CPIM സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്തതിൽ നിലപാട് മയപ്പെടുത്തി എ പത്മകുമാർ. പരസ്യപ്രതികരണം തെറ്റായിപ്പോയെന്ന് പ്രതികരണം തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തി. എന്ത് നടപടി വന്നാലും സ്വീകരിക്കുമെന്നും എ പത്മകുമാർ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 52 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ പറഞ്ഞത്. അതല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറെ ആരും പറഞ്ഞതുമല്ല. ശ്രീരാജ് ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, പത്മകുമാർ മയപ്പെടുകയാണ്, കലാപക്കൊടി താഴെ വയ്ക്കുകയാണ്. നാളെ നിർണായകമായ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. ഈ നിലപാട് മയപ്പെടുത്തിയ സ്ഥിതിക്ക് നടപടിയുടെ കാര്യത്തിലും മയമുണ്ടാകുമോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും എ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ കലാപക്കൊടി താഴ്ത്തി വെക്കുന്നു, പാർട്ടിക്ക് വിധേയനാകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായും അദ്ദേഹം ചെയ്ത നടപടി തെറ്റായിപ്പോയി എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതിൽ പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനവും എന്ത് നടപടിയും താൻ അംഗീകരിക്കും, അത് നേരിടാൻ താൻ തയ്യാറാണ് എന്നാണ് പത്മകുമാർ പറയുന്നത്. നാളെ ആയിരിക്കും ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ അജണ്ടയിൽ ഈ പത്മകുമാറിൻ്റെ വിഷയം ഇല്ല എങ്കിൽ പോലും സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി പത്മകുമാറിൻ്റെ പരസ്യ പ്രസ്താവനയും പരസ്യ പ്രതിഷേധവും എല്ലാം ചർച്ചയായി കൊണ്ടുവരും. സ്വാഭാവികമായും അത് കമ്മിറ്റിയിൽ ഉപരികമ്മിറ്റിയിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ അതിന് മറുപടിയും അതുപോലെ തന്നെ തുടർന്ന് പത്മകുമാറിന് ഒരു നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തായാലും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നതിൽ തീർച്ചയാണ്. അതിൻ്റെ തോത് എങ്ങനെയായിരിക്കും, എന്ത് നടപടിയായിരിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത നടപടി തെറ്റായിപ്പോയി എന്നും പറയുന്നു. അതുപോലെ ഇന്നലെ BJPയുടെ നേതാക്കൾ തന്നെ വന്ന് കണ്ടതിനെ, അല്ലെങ്കിൽ പത്മകുമാറിനെ വന്ന് കണ്ടതിനെയും രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഇപ്പോൾ എതിർക്കുന്നുണ്ട്. അതിൽ വന്നവരിൽ ഒരാൾ താൻ MLA ആയിരുന്ന സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്ന ആളല്ല, തൻ്റെ പേരിൽ അവരുടെ പേര് അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് തന്നെ വന്ന് കണ്ടതെന്നാണ് താൻ കരുതുന്നത് എന്നാണ് പത്മകുമാർ BJPയുടെ സന്ദർശനത്തെ തുടർന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ SDPയിൽ പോയാലും BJPയിലേക്ക് പോകില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അത് ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല എന്ന് തറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അല്ലാതെ SDPയെ മാന്യന്മാരായിട്ട് താൻ കരുതുകയില്ല. BJPയും SDPയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നെല്ലാം പറഞ്ഞു വെക്കുന്നു. എന്തായാലും പാർട്ടി തീരുമാനം, തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിലെ പാർട്ടി തീരുമാനം എന്തു തന്നെയായാലും അംഗീകരിക്കുമെന്ന് പറയുന്നതിലൂടെ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാകുന്ന പത്മകുമാറിനെയാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പാർട്ടിയോട് ഒരു പരസ്യ പ്രതിഷേധം അല്ലെങ്കിൽ പരസ്യ കലാപത്തിന് വേണ്ടിയിട്ട് മുതിർന്ന പത്മകുമാറിനെ അല്ല ഇപ്പോൾ കാണുന്നത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ തെറ്റിൽ പാർട്ടി എടുക്കുന്ന നടപടി എന്തു തന്നെയായാലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനെയാണ് ഒരു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്നാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാർട്ടി എന്ത് നടപടിയെടുത്താലും സ്വീകരിക്കും എന്നുള്ളതാണ് ഇന്ന് എ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്.